ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അതിനുള്ളിൽ വലിയ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ തുടരും. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ശത്രുക്കളായി നിന്നിട്ട് പുറത്തു വന്നിട്ട് അതിലും വലിയ ശത്രുക്കളായിട്ട് മാറുന്നവരാണ് കൂടുതലും. അങ്ങനെയാണ് മിക്കപ്പോഴും സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ അർജുന്റെയും സിജോയുടെയും കാര്യത്തിൽ സംഭവിച്ചത് നേർവിപരീതമാണ്. ഇവിടെ അവർ ഭയങ്കര കമ്പനിയായിട്ട് ഉള്ളിൽ നിന്നെങ്കിൽ പോലും അവർ തമ്മിൽ പിരിഞ്ഞപ്പോൾ കൂടുതൽ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് കൂടുതലാവുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ സിജോ പുറത്തുപോയി വന്നതിന് ശേഷം അവിടെ അർജുന്റെ ദേഹത്തോട്ട് ചാടിത്തുള്ളി കയറിയിട്ട് നീ എന്റെ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് നീ എന്റെ സഹോദരനാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അർജുന കാര്യമൊന്നും മനസ്സിലായില്ല. അപ്പൊ എന്താണ് അങ്ങനെയൊക്കെ നീ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സിജോ പറയുന്നുണ്ടായിരുന്നു കുറെ പേർക്ക് സംശയം നീ എന്റെ ആരാണെന്നുള്ളത്. ആ സംശയം ഒന്ന് തീർത്തു കൊടുത്തതാണെന്ന് സിജോ പറയുന്നുണ്ടായിരുന്നു. അപ്പോ അർജുനക്ക് സത്യത്തിലൊന്നും മനസ്സിലായില്ല. പക്ഷെ സിജോ കുറെ പേരിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അർജുനൻ കരഞ്ഞത് എന്തിനാണ് എന്നൊരു ചോദ്യം ഒരുപാട് പേര് ഉന്നയിച്ചിരുന്നു. അതിനുള്ള ഉത്തരം പോലെ അതുപോലെ തന്നെ അവിടെ അർജുനെ ഉപദേശിക്കുകയും അർജുന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സിജോനെ നമ്മൾ ലൈവിൽ കണ്ടിരുന്നു. സിജോ വന്നിരുന്ന് അതുപോലെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു അർജുനെ. അർജുൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഡള്ളായിട്ടിരിക്കുന്ന കണ്ട സമയത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു പലരും നിന്നെ ഈ സമയത്ത് ഡൗൺ ആക്കാൻ ശ്രമിക്കും, അത് കേട്ട് നീ ഇങ്ങനെ മാറിയിരിക്കരുത്, നിന്റെ പുഞ്ചിരി മായരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്നുണ്ടായിരുന്നു സിജോ. അവസാന നിമിഷം, അതായത് അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുന്ന നിമിഷം സിജോ ഹഗ് ചെയ്തുകൊണ്ട് അവിടെ അർജുന്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങുന്ന സമയത്ത് നിനക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. ഒരുപാട് ചോദ്യങ്ങൾ നിന്റെ മുന്നിലുണ്ടായിരിക്കും. എല്ലാത്തിനും നീ മറുപടി കൊടുക്കാൻ നിൽക്കരുത്. വേണ്ടതിന് മാത്രം മറുപടി കൊടുക്കുക. എല്ലാത്തിനും മറുപടി കൊടുത്ത് പ്രശ്നമുണ്ടാവും. അത് വേണ്ട എന്നുള്ള രീതിയിൽ അവിടെ സിജോ അർജുന്റെ അടുത്ത് ഹഗ് ചെയ്തുകൊണ്ട് അവസാന നിമിഷം പറയുന്നുണ്ടായിരുന്നു. അർജുന സത്യത്തിൽ എന്താണ് മനസ്സിലായെന്ന് അറിയില്ല. അർജുന് ഇങ്ങനെ സത്യത്തിൽ സിജോ പോകുന്ന ആ വിഷമത്തിൽ ഭയങ്കര സെന്റിയായിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് സിജോ ഹഗ് ചെയ്തുകൊണ്ട് അങ്ങനെ പറയുന്നത്. എല്ലാത്തിനും മറുപടി കൊടുക്കണ്ട, ആവശ്യത്തിന് മാത്രം നിനക്ക് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് മാത്രം മറുപടി കൊടുക്കുക. അവസാനമായിട്ട് സിജോ അർജുന്റെ അടുത്ത് പറഞ്ഞു പോയ വാചകങ്ങളായിരുന്നു ഇത്.